കായലിന്റെ അരികത്ത് ഒരു സൺസെറ്റ് വലിയൊരു സംഭവമാണ്. കണ്ണമാലി ഇവിടെ നോക്കുമ്പോൾ നേരെ കാണുന്ന കണ്ണമാലിപ്പള്ളിയാണ്. കണ്ണമാലിപ്പള്ളിയുടെ അവിടെ കൊണ്ട് ഏകദേശം സൺസെറ്റ് വരും. അതിന് വേണ്ട മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ സേവ് ദ ഡേറ്റും കൂടി ചെയ്യാം. ഷൂട്ട് ഔട്ട് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഉണ്ട്. അതായത് സൺറൈസും കിട്ടും, സൺസെറ്റും കിട്ടും. പിന്നെ ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഈ വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും കൊടുക്കും. കാരണം അതങ്ങനെയാണ്. നമ്മൾ ഇന്നൊരു ഇവന്റ് സെന്ററിലാണ് വന്നേക്കണത് കേട്ടോ. അതായത് പണ്ടത്തെ കാലത്തൊക്കെ കല്യാണമൊക്കെ നടക്കുന്നത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് പന്തലൊക്കെ കെട്ടി, അല്ലെങ്കിൽ കല്യാണം ആയിക്കോട്ടെ ഏത് ആഘോഷങ്ങളായിക്കോട്ടെ വീടിന്റെ മുറ്റത്ത് പന്തലൊക്കെ കെട്ടി ചെയ്യുന്നു. നമ്മുടെ വീട് സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ തൊട്ട് അയൽക്കാരനോട് ചോദിച്ചിട്ട് അവരുടെ മുറ്റത്ത് പന്തലിടുന്നു, അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുകളിൽ പന്തലിടുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥലത്തിന്റെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആളുകൾ കല്യാണ മണ്ഡപങ്ങളിലേക്കും ഓഡിറ്റോറിയങ്ങളിലേക്കൊക്കെ ആഘോഷ പരിപാടികൾ മാറ്റുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ട്രെൻഡിങ് ആയിട്ട് ആളുകളുടെ ഒരു ചിന്ത എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഓപ്പൺ സ്പേസിൽ അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റേജ് കെട്ടി ഒരു പരിപാടിയൊക്കെ നടത്താൻ പറ്റുക, അതുപോലെ വാട്ടർ ഫ്രണ്ടേജ് ആയിട്ട് ഒരു പരിപാടിയൊക്കെ നടത്താൻ പറ്റുക വെച്ചാൽ ആളുകളുടെ ഒരു സ്വപ്നം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ പരിപാടി നടത്താൻ പറ്റുക നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ആഘോഷം ആയിക്കോട്ടെ, വെഡ്ഡിങ് ആയിക്കോട്ടെ, ബർത്ത്ഡേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിട്ടയർമെൻറ്റ്, ഗെറ്റ് ടുഗദർ, ഏത് പരിപാടി ആയിക്കോട്ടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നടത്താൻ പറ്റിയ ഒരു ഇവന്റ് സെന്റർ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പർദീസ ദ ഡെസ്റ്റിനേഷൻ ഇവന്റ് സെന്ററിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു വൈകുന്നേരം ഒരു 6 മണി 6:30 സമയത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉള്ളൊരു ദിവസമാണ് ഇവിടെ എത്തിയത്. അത് അങ്ങനെ വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസ് എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളെ കാണിച്ചു തരാനും കൂടി വേണ്ടിയാണ്. വൈകുന്നേരം ഒരു 6-6:30 മണിയാകുമ്പോൾ ഒരു അടിപൊളി ഒരു സൺസെറ്റ് ഇവിടെ കാണാം. അപ്പോൾ ആ ഒരു ഫ്രെയിമിൽ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോഷൂട്ട്, ഇപ്പോൾ സേവ് ദ ഡേറ്റ് ആയിക്കോട്ടെ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, ബർത്ത്ഡേ, അങ്ങനെ എല്ലാത്തിനും പറ്റിയ ഒരു വൈബുള്ളൊരു സ്ഥലമാണ്. പുഴയോട് ചേർന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ പുഴയോട് ചേർന്ന് തന്നെ ഇത്രയും കസേരകളൊക്കെ ഇട്ട് ഇവിടെ നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളും കേക്ക് കട്ടിങ്ങോ അല്ലെങ്കിൽ എന്ത് സെറമണി ആയിക്കോട്ടെ ഇവിടെ നമുക്ക് നടത്താൻ പറ്റും. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിനോട് ചേർന്ന് തന്നെ മറ്റൊരുപാട് സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. അത് ഞാൻ പുറകെ കാണിക്കുന്നുണ്ട്. പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ഇവിടെ തന്നെ വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റും നല്ലൊരു തണുത്ത അന്തരീക്ഷവും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വൈബാണ്. അത് നേരിട്ട് കണ്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആംബിയൻസ് മനസ്സിലാവുള്ളൂ. വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഇതൊരു 6-6:30 മണി സമയത്തൊരു കാഴ്ചയാണ്. ഇനി നമ്മൾ കാണുന്നത് ഒരു 7-8 മണി സമയത്തൊരു വൈബാണ്. ശരിക്കും പറഞ്ഞാൽ ആംബിയൻസ് മൊത്തത്തിൽ മാറി എന്ന് വേണം പറയാൻ. നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷനും ഹൈലൈറ്റും അതുപോലെ തന്നെ പുഴയുടെ അപ്പുറത്തെ കരയിലെ ലൈറ്റ് നമ്മുടെ പുഴയിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്ന കാഴ്ചകളും എല്ലാം കൊണ്ടും വളരെ മനോഹരമാണ്. വൈബ് മൊത്തത്തിൽ മാറി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ചേറിട്ട ഭാഗം കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് കുറച്ച് ഏരിയ നമുക്ക് ഡൈനിങ് ടേബിളും ചെയർസൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു ഹോള് വരുന്നുണ്ട്. ഹോളിലെ കാഴ്ചകൾ ഞാൻ പുറകെ കാണിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയറൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഹോളുണ്ട്. ഹോള് പൊതുവെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഭക്ഷണം സെർവ് ചെയ്യാനുള്ള കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം ഹോളിൽ നല്ല സ്പേസ് ഉണ്ട്. ഹോളിലും നമുക്ക് വേണമെങ്കിൽ ചെയറും ടേബിളൊക്കെ സെറ്റ് ചെയ്യാം. ഹോളിൻ്റെ വലിപ്പം ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് പകലത്തെ കാഴ്ചയാണ്. അത്യാവശ്യം വലിയ ഹോളാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഫുഡ് കൗണ്ടേഴ്സ് അകത്തും അതുപോലെ വെൽക്കം ഡ്രിങ്ക്സ്, സ്റ്റാർട്ടേഴ്സ്, അതുപോലെ ഐസ്ക്രീം കൗണ്ടേഴ്സ് അതൊക്കെ പുറത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി കളർഫുള്ളായിട്ടും ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുക. ഹോൾ അത്യാവശ്യം വലിപ്പമാണ്. നമുക്ക് ഇതെല്ലാം വേണേൽ അകത്ത് വെക്കാൻ നമ്മുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു വൈബ് അനുസരിച്ച് പറഞ്ഞതാണ്. അതുപോലെ ഇനി പറയേണ്ടത് വാഷിംഗ് ഏരിയ വലിയ ഏരിയ തന്നെ അവിടെ ഹോളിനോട് ചേർന്ന് പുറത്ത് ഔട്ട് സൈഡിലായിട്ട് തന്നെ വലിയൊരു ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പകലത്തെ നമ്മുടെ ആ ഒരു ഇവന്റ് സെന്ററിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞ ഇതാണ്. ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു സമയം എന്ന് വെച്ചാൽ രാവിലത്തെ ഒരു സമയമാണ് കേട്ടോ. രാവിലെ ഒരു 8 മണി സമയത്തെ കാഴ്ചയാണ്. ബാത്റൂം ഫെസിലിറ്റി, ജെൻസ് ടോയ്ലറ്റ്, ലേഡീസ് ടോയ്ലറ്റ്, അതുപോലെ ചെറിയൊരു വാഷിംഗ് ബേസിൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഹോളിനോട് ചേർന്ന ഒരു സൈഡിൽ, അതായത് നമ്മുടെ ഈ ഈവന്റ് സെന്ററിന്റെ ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എന്തുകൊണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈവന്റ് സെന്ററിന്റെ കാഴ്ചകൾ. ഇനി ഈവന്റ് സെന്ററിന്റെ കൂടുതൽ വാർത്തകൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പോൾ റോക്കി ചേട്ടാ, നമ്മുടെ ഈ പർദീസയിലെ ഏകദേശം നമുക്കൊരു എത്ര പേരുടെ പരിപാടി കൊള്ളിക്കാൻ പറ്റും? 600 തൊട്ട് 700 വരെ. ഫ്ലോട്ടിങ് ആയിരിക്കുമല്ലോ. 700 എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ടൈം ആളല്ല, ഫ്ലോട്ടിങ് ആയിരിക്കും. 700 വരെയൊക്കെ ആകാം. 700 വരെയൊക്കെ ആകാം. പിന്നെ നമ്മളിപ്പോൾ ഒരു കല്യാണം പരിപാടിയൊക്കെ നടത്തണമെങ്കിലേ ഇപ്പോൾ പെണ്ണിൻ്റെ ഇടക്കൊന്ന് പോയി സാരി മാറാനും അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ആണെങ്കിൽ അതിനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? അതിന് ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം വിത്ത് AC റൂം നമുക്ക് അതിന് വേണ്ടി തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും എല്ലാ കാര്യത്തിനും. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു ഫീഡിങ്ങിനോ അത് എന്തിനാണെങ്കിലും
എല്ലാ പരിപാടിക്കും. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കറ്റ് ഹാൾ ഉണ്ട്, ലോൺ ഉണ്ട്, നമുക്ക് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു കായൽ തീരമുണ്ട്. പിന്നെ പരിപാടിക്ക് എത്തുന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി ഒക്കെ എങ്ങനെയാണ്? ഒരു 30 കാറോളം അല്ലെങ്കിൽ ട്രാവലർ കാറ് എല്ലാം കൂടി ചേർത്ത് ഒരു ചെയ്യാൻ പറ്റിയ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ. പിന്നെ അതിനപ്പുറം പാർക്ക് ചെയ്യാൻ വേണ്ടി തൊട്ടപ്പുറത്ത് തന്നെ വേറെയും നമ്മൾ റെന്റിന് എടുത്തിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ വരണയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് വാഹനങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ, അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിഷ്വൽ ഇതൊക്കെ കാണുമ്പോഴേ ആളുകൾക്ക് അറിയാനുള്ള മെയിൻ ഒരു താല്പര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റെന്റാണ്. എത്ര രൂപക്ക് ഇത് നമുക്ക് റെന്റിന് നമുക്കൊരു പരിപാടി നടത്താൻ പറ്റും എന്നൊക്കെയാണ് ആളുകൾക്ക് അറിയേണ്ടത്. അപ്പോൾ എന്ത് റേറ്റിലാണ് പോകുന്നത്? ഇപ്പം ലേക്ക് വ്യൂ ഒരു എന്താണ് ആംബിയൻസിൽ പരിപാടി നടത്തുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. സിറ്റി താമസിക്കുകയാണെങ്കിലും ഏത് റിച്ച് ആണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും. അപ്പോൾ ആ ഒരു ആംബിയൻസിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നടത്തണം എന്നുള്ള മാത്രം കരുതിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് നമ്മൾ വീക്കെൻഡ് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഒരു 17,000 രൂപ, അതായത് 17,000 റുപ്പീസ് പറഞ്ഞ വിധത്തിലും, സൺഡേ സാറ്റർഡേ ഹോളിഡേ അല്ലെങ്കിൽ അതിൻ്റെ തിരക്ക് വരുന്ന ദിവസങ്ങളിൽ 20,000 രൂപ വരുന്ന വിധത്തിൽ. പിന്നെ ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഈ വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും കൊടുക്കും. കാരണം അതങ്ങനെയാണ്. പിന്നെ ഞാൻ ചോദിക്കണത് ഇപ്പൊ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ റിട്ടയർമെന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഗെറ്റ് ടുഗദർ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് റേറ്റ് കുറച്ചും കൂടി, ഇപ്പൊ ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും ഉറപ്പായിട്ടും. കാരണം ഫാമിലി ഗെറ്റ് ടുഗദർ, റീയൂണിയൻ, ഇപ്പൊ റിട്ടയർമെന്റ് പാർട്ടി, മറ്റ് ഗ്യാതറിംഗ് എല്ലാം, അപ്പൊ അതിനൊക്കെ നമ്മൾ റീസണബിൾ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഏതായാലും ചേട്ടൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അപ്പൊ ആളുകൾ വിളിച്ചു ചോദിക്കട്ടെ. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും. പിന്നെ നമുക്ക് നല്ലൊരു കെയർ ടേക്കർ ഉണ്ട്, ജോളി എന്ന് പറഞ്ഞിട്ട് ഒരു കെയർ ടേക്കർ ഉണ്ട്. ആളുടെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. കാരണം 24 hours ആള് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഏത് സമയത്ത് വന്നാലും നമുക്ക് ഈ പ്രോപ്പർട്ടി തുറന്ന് കാണാൻ ഉറപ്പായിട്ടും ഏത് സമയത്ത് വന്നാലും കാണാം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. വിത്ത് ഫുഡ്, തൊട്ടടുത്ത് നാടൻ ഫുഡുകൾ അനുസരിച്ച് ഇവിടെ അത് കെയർ ടേക്കറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഫുഡ് അനുസരിച്ച് ഫുഡ് വേണമെങ്കിൽ ഫുഡ് അത് ഉൾപ്പെടെ ചെയ്തു കൊടുക്കാം. ഇല്ലെങ്കിൽ അത് ഇല്ലാതെ വീട്ടുകാർ തന്നെ ക്ലയൻസ് തന്നെ ഫുഡ് കൊണ്ടുവരുമെങ്കിൽ അത് കൊണ്ടുവരട്ടെ. ഫുഡോടുകൂടിയും കൊടുക്കാം, ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റ് ഡെക്കറേഷൻസ്, ലൈറ്റ്, ഇതിനുള്ള എല്ലാ കോൺടാക്ട് നമ്പറും ഇവിടെ ചെയ്യുന്ന ആളുകൾ ഇവിടെ സ്ഥിരം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരാകുമ്പോൾ റീസണബിൾ ആയിട്ട് ചെയ്യും. ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും. കാരണം ഈ കായലോരത്ത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സുഖമുണ്ട്. മെയിനായിട്ട് നമ്മുടെ ആംബിയൻസിൽ എന്താണ് സൺസെറ്റ്, അതായത് ഈ കായൽ തെക്ക് വശം മുഴുവൻ ചീനവലയും എന്താണ് ഫിഷിങ്ങിന്റെ എല്ലാ ഏരിയ ആണ്. ഈ കായലിന്റെ അരികത്ത് ഒരു സൺസെറ്റ് വലിയൊരു സംഭവമാണ്. കണ്ണമാലിപ്പള്ളി ഇവിടെ നോക്കുമ്പോൾ നേരെ കാണുന്ന കണ്ണമാലിപ്പള്ളിയാണ്. കണ്ണമാലിപ്പള്ളിയുടെ അവിടെ കൊണ്ട് ഏകദേശം സൺസെറ്റ് വരും. അതുപോലെ രാവിലെ സൺറൈസ്, സൂര്യ ഉദിച്ചു വരുന്നത് നേരെ നമ്മളുടെ കായലിന്റെ അരികത്തൂടെയുള്ള വിഷ്വല കിട്ടും, നല്ല വിഷ്വലാണ്. അപ്പൊ ഇതിനുള്ള ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും രാവിലത്തെ ഷൂട്ട് ഔട്ട് പ്രോഗ്രാം എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് സേവ് ദ ഡേറ്റും കൂടി ചെയ്യാം. ഷൂട്ട് ഔട്ട് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതായത് സൺറൈസും കിട്ടും, സൺസെറ്റും കിട്ടും. ഈ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തേക്കണ ആ ഒരു ഫ്രെയിമിലാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് പല ഫ്രെയിമില് പല ഫോട്ടോസിൽ ഞാൻ കണ്ടു. അതായത് ഈ ഒരു ഊഞ്ഞാൽ ഇടുന്നു കഴിഞ്ഞാല് കറക്റ്റ് ആ ഒരു നേരെ പുറകില് സൂര്യൻ അസ്തമിക്കും. അത് തന്നെ ഇതൊരു ഭയങ്കര വലിയ ഹൈലൈറ്റ് ആണ്. കാരണം ആ ഒരു ഫ്രെയിമിലാണ് ഈ ഊഞ്ഞാൽ സെറ്റ് ചെയ്തേക്കുന്നത്. നോക്കുമ്പോ ചീനവല വൈകിട്ടാണെങ്കിൽ ചീനവല പൊങ്ങി വരുമ്പോ അതാ ഫുൾ ടൈം വർക്കിംഗ് ആണ് ചീനവല. പിന്നെ നമുക്ക് ബോട്ടിങ് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണ്ട. അപ്പൊ അതിന്റെ കൂടി വരുമ്പോഴത്തേക്കും വ്യത്യാസങ്ങൾ വരും. പിന്നെ അടിക്കടി നമ്മൾ കുറെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. കാരണം കുറെ എങ്ങനെയാ വേണം എന്നുള്ളത് അതിന് നമ്മുടെ ഇവിടെ ഡിസൈനർ ഉണ്ട്. ആ ഡിസൈനർ അത് വെച്ചിട്ട് നോക്കിയിട്ട് നമ്മളുടെ ലോൺ സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിലവിലുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ റേറ്റും കാര്യങ്ങളും പറഞ്ഞത്. പിന്നെ നമ്മൾ റീസണബിൾ ആയിട്ട് എന്താണെങ്കിലും നമ്മളുടെ പരിചയത്തില് ചെയ്യാൻ റെഡിയാണ്. കാരണം എല്ലാവർക്കും ഇവിടെ വന്ന് ഫംഗ്ഷൻ നടത്താൻ പറ്റണം. ഒരു ഡേറ്റ് അനുസരിച്ച്, ഡേറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച്. കാരണം ബജറ്റ് ഫ്രണ്ട്ലി നടത്തണം. അത് നമ്മ ഒരാളെ മടക്കി വിടാതെ അവരുടെ പൂർണ്ണ തൃപ്തിയോടെ. ഇപ്പൊ വന്നു പോയേക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ്.
സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും. സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല അവരുടെ കെയർ ഓഫിൽ പോയിട്ട് ഇവിടെ വരണം നടത്തുന്നുണ്ട്, വേറെ വർക്കുകൾ വേറെ വരുന്നുണ്ട്. അപ്പൊ അതൊരു നമുക്ക് കിട്ടുന്ന വലിയ ഒരു അംഗീകാരമാണ്. അപ്പൊ ചേട്ടാ നമ്മുടെ പറുദീസയുടെ കറക്റ്റ് ലൊക്കേഷൻ പറയുമ്പോൾ എങ്ങനെ പറയും? കുമ്പളങ്ങി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ അടിച്ചാല് നമ്മളുടെ തൊട്ട് നിയർ ആണ് എന്താണ് ഈ ഗൂഗിളിൽ കിടക്കുന്നത് കുമ്പളങ്ങി വ്യൂ പോയിന്റ്. രണ്ടാമത് വഴി പറയുകയാണെങ്കിൽ കുമ്പളങ്ങി പഞ്ചായത്തിന്റെ അവിടെ എത്തിയിട്ട് അവിടുന്ന് കല്ലഞ്ചേരി 1 കിലോമീറ്റർ കല്ലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് നമ്മളുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ മാതൃക ടൂറിസം വില്ലേജ് ആണ് നമ്മൾ. അതിൽ പെട്ടതിൽ തന്നെ സോൾ ഓഫ് വില്ലേജ് ആണ്, അതായത് വില്ലേജിന്റെ ആത്മാവാണ് കല്ലഞ്ചേരി. ഇവിടുത്തെ ആളുകളും ഒക്കെ വളരെ നിഷ്കളങ്കമായ, അതുപോലെ തന്നെ ഭയങ്കര ലളിതമായ ജീവിതവും മീൻപിടുത്തം മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്ന ആളുകളാണ്. ഭയങ്കര നിഷ്കളങ്കരാണ്, എല്ലാം സത്യസന്ധമായിട്ട്. ഇവിടെ ഒരു ഇതുമില്ല, എല്ലാവരോടും ഭയങ്കര സഹകരണത്തിൽ പോകണം. ഈ സ്ഥലത്ത് നമ്മൾ പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിനും സഹകരിക്കാൻ തയ്യാറായ ഒരു ആളുകളാണ്. അപ്പോൾ കുമ്പളങ്ങി കല്ലഞ്ചേരിയിലെയും വിശേഷങ്ങളും അതുപോലെ കല്ലഞ്ചേരിയിലെ ഈ പറുദീസയുടെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഫംഗ്ഷനിങ് നടക്കുന്ന ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ്സ്. തൽക്കാലം ഇവർ ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെയാണ്. പല രീതിയിൽ പല വൈബിലൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ്റെ നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് പല വൈബിൽ സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും സൗകര്യങ്ങളും കാർ പാർക്കിങ്ങും ഈ ഒരു വൈബും എല്ലാം ഈ ഒരു റേറ്റിൽ എന്തുകൊണ്ടും ആക്സെപ്റ്റബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. ഇനി നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാതറിംഗ് ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് ആളുകളുടെ എണ്ണം അനുസരിച്ച് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നോളും. അതാണ് ആ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് റേറ്റ് പറയാത്തത് ആളുകളുടെ എണ്ണം അനുസരിച്ച് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. മെയിനായിട്ടുള്ള റേറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് പുഴയുടെ രാത്രികാല കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പുഴയുടെ വൈബൊക്കെ രാത്രി അടിപൊളിയാണ്. അപ്പോൾ ഇവിടുത്തെ ചേട്ടനായിട്ടുള്ള റോക്കി ചേട്ടൻ്റെ നമ്പറും അതുപോലെ ഇവിടുത്തെ കെയർ ടേക്കറായിട്ടുള്ള ജോളി ചേട്ടൻ്റെ നമ്പറും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കേൾക്കുന്നുണ്ട്. അതുപോലെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കുമ്പളങ്ങിയിൽ കല്ലഞ്ചേരിയിലേക്ക് കയറുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ ഒരു പാലം പോലത്തെ ഈ ഒരു റോഡ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ പുഴയും ഒരു സൈഡിൽ മറ്റേ കെട്ടുമാണ്, ചെമ്മീൻ കെട്ട് പോലത്തെ കെട്ടുമാണ്. അപ്പോൾ ഈ വഴി വന്ന് കയറുമ്പോൾ തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പറുദീസ എന്ന് പറയുന്ന നമ്മുടെ ഇവൻറ്റ് സെൻറ്റർ വരുന്നത്. അപ്പോൾ പറുദീസയുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കുമ്പളങ്ങി വ്യൂ പോയിന്റ് അടിച്ചാലും നിങ്ങൾക്ക് മാപ്പിൽ ഈ ലൊക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ പറുദീസയുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് വന്നേക്കാം.